നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ഇപ്പോൾ ഏകദേശം ഇനി തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പലയിടത്തും പോസ്റ്ററുകളും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥികൾ. അപ്പോൾ ചില പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അതായത് ചില സ്റ്റാർ മണ്ഡലങ്ങൾ. അവിടെ എന്ത് സംഭവിക്കും, അവിടെ ആരൊക്കെയാണ് വിജയസാധ്യത, അവിടെ ആര് ജയിക്കും, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു മണ്ഡലമാണ് നമുക്കറിയാം പാലക്കാട് മണ്ഡലം. കഴിഞ്ഞ ഇലക്ഷനുകളെ പോലെയല്ല ഇത്തവണ പാലക്കാട് എന്താ പറയുക, ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ളൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്കുമുണ്ട്. ജനങ്ങളിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ എത്രത്തോളം അവരിൽ അത് കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരാർക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അവിടെ പല പ്രചാരണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ രമേശ് പിഷാരടി അങ്ങോട്ട് ചെല്ലുകയാണ്. മൊത്തത്തിൽ പാലക്കാട് ഒരു സ്റ്റാർ മണ്ഡലം ആയി മാറുകയാണ്. അവിടെ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ശോഭ തന്നെ അവിടെ പാലക്കാട് ഇത്തവണ വിജയിക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ഒരു വിഭാഗം. പക്ഷേ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ ഇറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല സ്റ്റേജ് ഷോകളിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പല ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു ശേഷി. പക്ഷേ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്റ്റേജിലൊക്കെ ആളുകളെ, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ തന്നെ ആളുകളെ കൊണ്ട് കയ്യടിപ്പിക്കാൻ പറ്റുന്നത് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ഈ എന്താ പറയുക, ഈ മഴയും വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് അത് ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്നാലും ശ്രീജയ്ക്ക് എന്ത് തോന്നുന്നു, ഇത്തവണ നമുക്ക് പാലക്കാട് ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്കൊപ്പം പാലക്കാടിന്റെ ഇത്തവണത്തെ ജനത നിൽക്കും എന്നുള്ളത്? തീർച്ചയായിട്ടും കൃഷ്ണേന്ദു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വേദിയിൽ കിട്ടുന്ന കയ്യടി, ആ ഒരു കയ്യടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും രമേശ് പിഷാരടി പാലക്കാടേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ അതിനാണ് മനസ്സിലാകുന്നത്, ഇത്രയും നാളും നിങ്ങൾ തന്ന പിന്തുണ എനിക്ക് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റേജ് ഷോയിൽ നിന്നും തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് താഴെ വന്ന ഒരു കമന്റ് ആണ്, തൽക്കാലം സ്റ്റേജ് ഷോ വിട പറയാൻ സമയമായിട്ടില്ല പിഷാരടി, നിങ്ങൾക്ക് അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള കമന്റ്. മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത്, സുഹൃത്തായിട്ടുള്ള ബോൾഗാട്ടി ധർമ്മസൻ ബോൾഗാട്ടിയോട് ചോദിച്ചാൽ മതി, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എത്രത്തോളം പ്രയാസമാണ് അല്ലയോ എന്ന് ചോദിച്ചാൽ മതി മനസ്സിലാകുമെന്ന് പറയുന്നു. ഇവിടെ എടുത്തു പറയാൻ ആരുടെയും കഴിവിനെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുകയില്ല. രമേശ് പിഷാരടി എന്ന വ്യക്തിക്ക് വ്യക്തമായ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാനും കോൺഗ്രസ് ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഇതിന് മുൻപും അദ്ദേഹം എല്ലാ പ്രചരണത്തിലും അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് ഷാഫി വഴി കോൺഗ്രസ് ഈ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഭൂരിപക്ഷം കുറവായിരുന്നു എങ്കിലും ഷാഫി വിജയിച്ചു വന്നു. അതിനുശേഷം ഷാഫി MP ആകുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വന്നപ്പോൾ ഏകദേശം 13,000 മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നു. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരികയും, എന്നിട്ടും രാഹുൽ പാലക്കാട് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് രാഹുലിനൊരു ജനപ്രീതി ഉണ്ടായി എന്നുള്ളതാണ്. അതൊക്കെ നിൽക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ UDF എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട്. കാരണം രാഹുലിനെ കോടതി വെറുതെ വിട്ടെങ്കിലും, കോടതി ഇപ്പോൾ പൂർണ്ണമായി വെറുതെ വിട്ടില്ല, നിലവിൽ ഇപ്പോൾ ജാമ്യം കൊടുത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും UDF എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്നും അണുകിട വ്യത്യാസമില്ലാതെ മത്സരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നു. നല്ല കാര്യം. അപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കുക, കോൺഗ്രസ് തിരിച്ചുപിടിക്കുക എന്നുള്ള ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ നിലനിർത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന ഈ ഒരു ആരോപണം ഒരിക്കൽ പോലും പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അതെങ്ങനെ സാധിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. രമേശ് പിഷാരടി നിന്ന് കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഒരു വോട്ട് രമേശ് പിഷാരടിക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം വളരെ ശക്തമായി വരികയാണ്. കാരണം അതിനപ്പുറത്തേക്ക് നിൽക്കുന്നത് ജയന്റ് കില്ലർ ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. എവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ മത്സരിക്കാൻ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ മൃഗീയ ഭൂരിപക്ഷം, അതായത് വോട്ട് ഉയർത്താൻ സാധിച്ചു എന്നതാണ്. രണ്ടാം സ്ഥാനത്താണ് സ്ഥാനത്ത് നിൽക്കുന്ന LDF-ൽ നിന്നും വളരെ
വളരെ കൂടുതൽ വോട്ടുകൾ ഈ ശോഭാ സുരേന്ദ്രൻ നേടാൻ സാധിച്ചു, വോട്ട് വർധനവ് ഉയർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി പാലക്കാട് ഒരു പക്ഷേ വിജയ സാധ്യത ഒരു 90-30 ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് 90% ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതയും 30% മാത്രം പിഷാരടി വിജയിക്കാനുള്ള സാധ്യതയും വരുന്നു. CPM-ന്റെ കാര്യമായിട്ടൊന്നും പാലക്കാടിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഒരു സ്വതന്ത്രനെയാണ് തിരഞ്ഞെടുത്തത്, അതും 3 ബിസിനസ്സുകാരെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ആ 3 ബിസിനസ്സുകാരിൽ 2 ബിസിനസ്സുകാരും അയ്യോ വേണ്ടേ എന്ന് വെച്ച് കൈയൊഴിഞ്ഞപ്പോഴാണ് ഹോട്ടൽ ബിസിനസ്സുകാരനെ ഈ ഒരു കളത്തിലേക്ക് ഇറക്കാമെന്ന് കരുതുന്നത്. പാലക്കാട് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന ഒരു ഹോട്ടൽ വ്യാപാരിയാണ് അവർ ഇറക്കുന്നത്. തീർച്ചയായിട്ടും സരിനെ അവിടെ നിർത്തണമെന്ന് സരിനെ ആവശ്യപ്പെട്ടു, പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ സരിൻ പറഞ്ഞു ഞാൻ എന്തായാലും ജയിക്കില്ല, എനിക്ക് മറ്റേതെങ്കിലും മണ്ഡലം തരണമെന്ന് പറയുന്നു. സരിന് ഏതായാലും മണ്ഡലങ്ങളെ കൊടുത്തിട്ടില്ലാത്തൊരു ഘട്ടം ഉണ്ടാകും. ഇവിടെ ഈ രമേശ് പിഷാരടിയെ കോൺഗ്രസിൽ പാലക്കാട് നിർത്തിയതിലാണ് പ്രശ്നം. പാലക്കാട് വേണമെങ്കിൽ നമുക്ക് സമീപകാലം കൊടുക്കാമായിരുന്നല്ലോ, ഒരു നല്ലൊരു മത്സരമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വിജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം നല്ലൊരു മത്സരം പോലും കൊടുക്കാതെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന മട്ടിലേക്ക് കാര്യങ്ങളായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. കാരണം 100% അടിയുറച്ചു പറയുന്നത്. ഇപ്പൊ ശോഭ ഇന്ന് രാവിലെ ഒരു പ്രതികരണം നടത്തി, വളരെ പക്വതമായ ഒരു പ്രതികരണം, പക്വതയുള്ള ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു എതിരാളിയായിട്ടുള്ള സിനിമ പ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹം ഒരു സ്റ്റാർ ആണ്, എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല. മറ്റൊന്ന്, കേരള നിയമസഭയിലേക്ക് കയറാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് സിനിമാ താരമോ സ്റ്റേജ് താരമോ ഒന്നുമല്ല. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തന്നെ എടുക്കണം. ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിച്ച, ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വരട്ടെ, ആൾക്കാർ വന്ന് തെരഞ്ഞെടുക്കട്ടെ. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എടുത്തു പറയാനുള്ള വിമർശനം നടത്തിയിരുന്നു. ഇവിടുത്തെ സ്ത്രീകൾക്ക്, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള അവരുടെ മാനത്തിന് വില പറയുന്നവരൊന്നും തന്നെ ഇവിടെ വേണ്ട എന്നർത്ഥമുള്ള ഒരു പ്രതികരണമായിരുന്നു ആ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുവന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇത്രയും നാളും ഇല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ സിനിമാ താരങ്ങളെയൊക്കെ തന്നെ ഇറക്കി ഈ പറയുന്ന പോലെ ഇലക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനോടുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചില താരങ്ങള് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ വിട്ട് കഴിഞ്ഞാലും കൂടി ചിലപ്പോൾ ചില സാധാരണ എന്തെങ്കിലും ഒരു നാട്ടിലെ എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ വല്ല സ്റ്റേജ് ഷോയിലൊക്കെ വരുമ്പോൾ ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപഴകുന്ന ചില താരങ്ങളെ നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ. എനിക്ക് തോന്നുന്നു ആ ഒരു സ്നേഹം പലപ്പോഴും ഈ ജനങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന പല താരങ്ങളെയും നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഓട്ടായി മാറുമോ, അല്ലെങ്കിൽ അതൊരു ഓട്ടായി നൽകിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന താരങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് തീർക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ തന്നെ ഞാനത് ശ്രദ്ധിക്കുക, അയാൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് പക്ഷേ അത്രയും കാലം ഒരു ജനങ്ങളോടൊന്നും തന്നെ അധികം ഇടപഴകാത്ത, ഇപ്പോഴൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാനും സംശയിക്കും, അയ്യോ ഇനിങ്ങനെ ഒന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല നാട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രളയം വന്ന സമയത്ത് ടൊവിനോ ഒക്കെ ചാടി ഇറങ്ങി അവിടെ ആ ഭാഗത്തൊക്കെ ജനങ്ങളോട്, അന്ന് ഒരു സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മളപ്പോൾ അദ്ദേഹം നോക്കുന്നില്ല. ഈ ചെളിയൊക്കെ ആയിട്ടും സാധാരണ യുവാക്കൾക്കിടയിലൊക്കെ പോയിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിങ് ആയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ അതൊക്കെ ഒരുപാട് വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ, അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, ഇപ്പം നാടിനൊരു പ്രശ്നം വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊപ്പം ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇവരൊക്കെ ചാടി ഇറങ്ങുമല്ലോ, ഇവരൊക്കെ സഹായത്തിനായിട്ട് എത്തുമല്ലോ എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് കാര്യം നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും അങ്ങനെ ചാടി ഇറങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവിടെ വളയും. അപ്പോൾ അത് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്.
ഈ പറഞ്ഞതുപോലെ ജനങ്ങളായിട്ട് അവരെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറ്റി വെച്ച് കഴിഞ്ഞ് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോൾ ഗണേഷ് കുമാറും അദ്ദേഹം ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നൊക്കെ ആളാണ്, അദ്ദേഹത്തെ ജനങ്ങൾ ജയിപ്പിച്ചു. മുകേഷ് MLA അദ്ദേഹം ഭരണത്തിൽ വന്ന ശേഷം കുറേ പറഞ്ഞതുപോലെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ കൂടി അദ്ദേഹം ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ രമേശ് പിഷാരടി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ജനങ്ങളെ കയ്യിലെടുക്കാൻ പല ലൈവായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു കോമഡി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ കൂടി വളരെ നർമ്മത്തോടു കൂടി അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ പരിപാടികളും സ്റ്റേജ് ഷോകളൊക്കെ തന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ പറയാൻ പറ്റില്ലല്ലോ, ഒരു ജനപ്രതിനിധിയാകുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കും, ജനങ്ങളോട് എത്രത്തോളം ഇനി ഇടപഴകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇനി പറഞ്ഞതുപോലെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്ന് രമേശ് പിഷാരടി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവിടെ സീറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, മുൻ MLA-മാരായ ഷാഫിയും രാഹുലും ചെയ്ത നല്ല കാര്യങ്ങൾ തുടരാനാണ് തൻ്റെ ലക്ഷ്യമെന്ന്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, പരാതികളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. അതിലെ കോടതി തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും രാഹുൽ അതിനെ നേരിടുകയാണ് വേണ്ടതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ താനാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം പറയാൻ രാഹുലിനെ വിളിച്ചിരുന്നു. പോലീസിൽ പോലും പരാതി എത്തും മുമ്പ് രാഹുലിനെ പാർട്ടി പുറത്താക്കിയതാണ്. വേറെ ഏത് പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അതായത് ഷാഫിയും രാഹുലും അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അത് തുടരാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്നുള്ളത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടി ഈ ഒരു നിലപാടെടുത്തല്ലോ, പുറത്താക്കിയല്ലോ എന്നൊരു നിലപാട്, അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെറുതെ ഇരുന്നാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരു വളമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. കോൺഗ്രസ് ഇത്രയും നാളും കിട്ടാതിരുന്ന ഒരു അവസരം ജനങ്ങൾ കൊടുക്കുകയാണ് കോൺഗ്രസിന്. അപ്പോൾ അവർക്ക് വ്യക്തമായി ഒന്നും കൂടി ഒരു ഹോംവർക്ക് ചെയ്തിട്ട് ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള സ്ഥാനാർത്ഥികളെ ഒന്നുകൂടി വ്യക്തമായി പഠിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയാണെങ്കിൽ കുറെ കൂടി വിജയ സാധ്യത ഉറപ്പിക്കാമെന്ന് കരുതിയിട്ട് പലരും പറയുന്ന ഒരു അഭിപ്രായപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ VD സതീശന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഓൾറെഡി ദേ ആർ സെറ്റ്. അതായത് VD സതീശൻ പറയുന്നത് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഏത് നിമിഷവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞതാണ്. തൊട്ടു പിന്നാലെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരുന്നു. അപ്പോഴും പ്രതികരിക്കുന്നില്ല. LDF അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രതികരണം തരുമ്പോൾ പറയുന്നു 24 മണിക്കൂറുണ്ടല്ലോ, 24 മണിക്കൂറിൽ പ്രതികരിക്കുന്നു പറയുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് 48 മണിക്കൂർ ആയപ്പോഴത്തേക്ക് വെറും 55 സീറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ പ്രഖ്യാപനം നടത്തുന്നു. അവിടെയും വളരെ പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അറിഞ്ഞൊന്ന് കോൺഗ്രസ് കൃത്യമായി പാടും. അതായത് ഇവരുടെ തന്നെ പാഠം കൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷനിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ കോർപ്പറേഷനുകളിലും ഒരു മിന്നും വിജയം ഇവിടെ കോൺഗ്രസിന് ലഭിച്ചു എന്നുള്ളത് വളരെ ശരിയാണല്ലോ. അതിൽ ഏറ്റവും ആദ്യമേ തന്നെ, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അത് വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ ഒരു പുതിയ പ്രവൃത്തി കൈകടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇപ്പോഴും അവർ തുടർന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഈ തമ്മിത്തല്ലോ എന്ന ചീത്തപ്പേര് കോൺഗ്രസിനെ ജന്മകാലത്ത് ഇനി മാറ്റാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് ഇപ്പോഴും ഉണ്ട്, ഇനി നാളെയും ഉണ്ടാകും, വരുന്ന കോൺഗ്രസിലും അത് ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. ഷാഫി പറമ്പിൽ, ശശി തരൂർ, സുധാകരൻ തുടങ്ങിയ വളരെ മികച്ച കോൺഗ്രസ് നേതാക്കൾ MPമാരാണ് എന്നുള്ള പേരിൽ തള്ളിക്കളയുന്ന രീതി അതത്ര ശരിയല്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും VD സതീശനും ശിവൻകുട്ടിയും ഉണ്ട്. അവിടേക്ക് തീർച്ചയായും ശശി തരൂർ വരണമെങ്കിൽ മികച്ച രീതിയിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. രമ്യ ഹരിദാസിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ 2 തവണ തോറ്റിട്ടും പിന്നെയും നടത്തുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലെ പോലെയുള്ളവരെ ഇറക്കിയിരുന്നെങ്കിൽ കുറെ കൂടെ നന്നാകുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പാലക്കാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യരെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി വോട്ട് അവർക്ക് ശേഖരിക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല.
തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എവിടെയൊക്കെ പാളിച്ച പറ്റിയെന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ വരുന്നുണ്ട്. അതെന്തായാലും മാറ്റിവെക്കാം. പിന്നെ വാമനപുരം മണ്ഡലം നോക്കുകയാണെങ്കിൽ പാലോട് രവിയെ പോലുള്ളവരെയാണ് നിർത്തിയിരിക്കുന്നത്. പാലോട് രവി എന്ന് പറയുന്ന വ്യക്തി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് നല്ലൊരു രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വന്നിരുന്നെങ്കിൽ പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ദേശീയ ഗാനം പോലും ആലപിക്കാൻ അറിയില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞ് ചാപ്പ കുത്തിക്കഴിഞ്ഞു. അവരെ കുറിച്ച് ജനങ്ങൾ അടക്കം മുഴുവൻ പറയുന്നത് പാലോട് രവി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വോട്ട് കൊടുക്കില്ല എന്ന് പലരും പറയുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. ഇതിലിപ്പോ നമുക്ക് കോൺഗ്രസിലെ ഇപ്പൊ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന്റെ ചില ആരാകും എന്നുള്ളതിന്റെ ചില അടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് CPM-ലും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം അമ്പലപ്പുഴയിലെ G. സുധാകരന്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാം. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കണ്ണൂരിലെ തളിപ്പറമ്പില് ഗംഭീര അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പാർട്ടിയിൽ ഒരുപാട് കാലമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു അംഗം അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പോയി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ CPM അതൊരു കേഡർ സംവിധാനമായതിനാൽ തന്നെ അതൊക്കെ വളരെ വേഗത്തിൽ അതിനൊരു പരിഹാരം കാണും എന്നുള്ളത്. അതൊന്നും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്തറിയുന്നത് വളരെ അപൂർവമാണ്. അറിഞ്ഞാലും കൂടി അത് വേഗം തന്നെ ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അത് ഇവരിപ്പോ അടി കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് വരുമ്പോഴേക്കും ഒരു നേരം. അതെ അതെ അതെ. ഏകദേശം വോട്ട് ഇനിയിപ്പോ ഒന്ന് ആലോചിക്കണം, 18 ഇനിയിപ്പോ 9-ം തീയതി. അപ്പൊ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള വളരെ ശക്തമായ വനിതാ നേതാക്കളെ കൂടി ഇറക്കാമായിരുന്നു. പക്ഷെ അതിനും വഴി വെച്ചില്ല, അതിനും ഇറങ്ങിയില്ല എന്നുള്ളത്. ശ്രീനാദേവിയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ശ്രീനാദേവിക്ക് വളരെ ഉറപ്പായിട്ടും അവർക്ക് ഒരു പാർട്ടി പക്ഷം പിടിച്ചിട്ടല്ല, അവര് സംസാരിക്കുന്ന രീതിയും അവരുടെ പല കാര്യങ്ങളിലെ നിലപാടുകളും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇങ്ങനൊരു വ്യക്തിത്വം അല്ല സത്യം അവര് ഇങ്ങനൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് പോലെ അവർ പല കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി കണ്ടിട്ടാണ് മനസ്സിലായത്. ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നു KK ശൈലജയെ ഒതുക്കിയതല്ല, KK ശൈലജ അവിടെ നിന്നാലേ ശൈലജയെ കൊണ്ട് അവിടെ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കുഞ്ഞമ്മ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്താ പിണറായി വിജയൻ നിന്നാൽ തോൽക്കുമെന്ന് ഭയമുണ്ടോ എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും എടുത്ത് പറയാൻ കാണിക്കുന്ന ധൈര്യം അതും അധികമല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എടുക്കേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ, സുധാകരനെ പിടക്കുമോ, സുധാകരനെ പിടക്കി കഴിഞ്ഞാൽ ആകെപ്പാടെ കോൺഗ്രസ് പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നോക്കാമല്ലേ? അതെ, തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ ഒരു നമുക്കറിയാം ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടും കൂടെ ഇപ്പോൾ ഉള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മുന്നണികളെ സംബന്ധിച്ച് അല്പം കൂടെ ചൂട് കൂടുതലാണ് എന്ന് പറയാം. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കട്ടെ, വേഗം തന്നെ പ്രചാരണങ്ങൾ തുടങ്ങട്ടെ, എന്തൊക്കെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകും എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരേക്കും നമസ്കാരം.